എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ പെൻഷൻ പ്രായം ഉയർത്തുമോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാര്യം, ഒരുപാട് വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ആവശ്യമില്ലാത്ത കമന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അറിവില്ലായ്മ കൊണ്ട് കുറെ പേര് എന്തെങ്കിലും എഴുതി വിടും, അതിന്റെ വല തൂങ്ങി കുറെ ആളുകൾ അതിന്റെ കമന്റ് ചെയ്യും. ബാക്കി അത് കാണുമ്പോൾ ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അപ്പൊ അറിവില്ലായ്മ, അതായത് കുറെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആരും നെഗറ്റീവ് ആക്കി പറഞ്ഞതല്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുള്ള കാര്യം എനിക്കറിയാം. എനിവേ, അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നമുക്ക് 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന LDCയുടെയും LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓരോ ദിവസം കൃത്യമായി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സും അതിന്റെ മോക്ക് ടെസ്റ്റും അതിന്റെ PDF നോട്ട്സ് നമ്മൾ തരും. അങ്ങനെ 150 ദിവസം കൊണ്ട് എൻറ്റയർ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് നിങ്ങളുടെ റിവിഷനിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ്, ഡെയിലി PYQ ലൈവ് സെഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓരോ 10 ഡേ കൂടുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ OMR പ്രാക്ടീസ് ഉണ്ടാവും കേട്ടോ. അതായത് നിങ്ങൾ 10 ദിവസം പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് 100 മാർക്കിന്റെ OMR എക്സാം അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരും. നമുക്ക് ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. കരുനാഗപ്പള്ളിയാണ് നമ്മുടെ സെന്റർ വരുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് എടുക്കാം. നമുക്കിപ്പം പെൻഷൻ പ്രായം ഉയർത്തുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. അപ്പൊ നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്തായിരുന്നു ലാസ്റ്റ് നമുക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് 36 PSC ജനറൽ കാറ്റഗറിക്ക് എന്താണ് 36 എന്നുള്ളൊരു ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അതിന്റെ സമയത്ത് തന്നെ പെൻഷൻ 55 എന്നുള്ളത് 56, 55 എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം, അതായത് ഏപ്രിൽ 2013 മുൻപ് വരെയുള്ളവർക്ക് മാത്രമാണ്, സർവീസിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കയറിയിരിക്കുന്നവർക്ക് മാത്രമാണ് വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ നോർമൽ പഴയ രീതിയിലുള്ള പെൻഷൻ ഉണ്ട്. അവരുടെ സർവീസ് അനുസരിച്ച് നല്ലൊരു ഭീമമായ തുക അവർക്ക് എന്തുണ്ട്, പെൻഷൻ ചെയ്യുന്ന സമയത്ത് പെൻഷൻ ആവുന്ന ടൈമിൽ കിട്ടുന്നുണ്ട്. ഇതിനുശേഷം 2013 ശേഷം സർവീസിൽ കയറിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും വിരമിക്കൽ പ്രായം അഥവാ പെൻഷൻ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സ് തന്നെയാണ്? അത് 60 വയസ്സ് തന്നെയാണ്. അത് എത്രയാണ്? 60 വയസ്സാണ്. ഇപ്പൊ നിലവിലെ നമ്മളുടെ പെൻഷൻ പ്രായം, അപ്പൊ നിലവിൽ ഇപ്പം ഇരിക്കുന്ന, അതായത് ഇതിന് മുൻപ് ഇരിക്കുന്ന സർവീസ് ഇരിക്കുന്നവരുടെ പ്രായം കൂടി 60ലേക്ക് ആക്കാൻ, അതിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ചർച്ചയിൽ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഈ പറയുന്ന 2013 ശേഷം നമുക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് തന്നെയായിരിക്കും നിങ്ങൾ NPS സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂട്ടറി പെൻഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് നമുക്ക് പെൻഷൻ പോകുന്നത്? അതായത് നമ്മളിപ്പോൾ ജോലിയിൽ കയറുക എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു 10,000 രൂപയാണ് നമുക്ക് ശമ്പളമെങ്കിൽ അതിൻ്റെ 10%, നമ്മുടെ ശമ്പളത്തിൽ 10%, അതായത് 1000 രൂപ നമ്മളും അതേപോലെ തന്നെ 10% ഇതിനകത്ത് നമുക്ക് 10% സർക്കാരും ഇടും. അതായത് 1000 രൂപ എത്ര ഇടും? സർക്കാരും ഇടും. ഓക്കെ, അങ്ങനെ മന്ത്ലി 2000 രൂപ വെച്ചിട്ട് ഒരു പെൻഷൻ സ്കീമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ അതിനുശേഷം നമ്മൾ റിട്ടയർ ആവും, നമ്മുടെ ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടാകും, അതിനുശേഷം നമ്മൾ റിട്ടയർ ആവുന്ന അല്ലെങ്കിൽ പെൻഷൻ ആവുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിനനുസൃതമായിട്ടുള്ള പെൻഷൻ നമുക്ക് കിട്ടും. ഇങ്ങനെയായിരുന്നു NPS സിസ്റ്റം പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കതിന് ശേഷമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, UPS ഏകീകൃത പെൻഷൻ പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് എത്രയാണ്, നമ്മുടെ സർവീസിനനുസരിച്ചിട്ടുള്ള ശമ്പളത്തിന്റെ 50%ഓളം പെൻഷൻ കിട്ടും എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നതാണ് ഇനി കേരള ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അഷ്വേർഡ് പെൻഷൻസ്, APS സ്കീം എന്ന് പറയും. കേരള ഗവൺമെന്റ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുമ്പം ഇതിനകത്ത് എന്താണ്, ഏപ്രിൽ 1, 2013 ശേഷം കയറി ഇപ്പൊ നിലവിലെ NPS സിസ്റ്റം ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്തവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് APS സിസ്റ്റം വഴി നമുക്ക് ഏപ്രിൽ 1 ശേഷം, ഏപ്രിൽ 1, 2013 ശേഷമാണ് ആ ഒരു സർവീസിൽ ഇരിക്കുന്നവർക്ക് നമ്മളുടെ അവസാനം, ഇപ്പൊ നമ്മൾ സർവീസിൽ കയറി എന്ന് വിചാരിക്കാം,
സർവീസിൽ കയറി ഒരു 30 വർഷമാണ് മിനിമം ഒരു പറയുന്നത്. 30 വർഷത്തെ സർവീസിൽ കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വാങ്ങിക്കുന്ന ശമ്പളം ഇപ്പം നിലവിൽ കയറി അതിനുശേഷം ആ 30ാമത്തെ വർഷം ആകുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നത് അതിൻ്റെ 50% നമുക്ക് എന്താണ് നമുക്ക് കിട്ടും. അത് പെൻഷനായിട്ട് നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20,000 രൂപയാണ് ലാസ്റ്റ്. 20,000 എന്നല്ല, നമുക്ക് എന്തായാലും ഒരു 50,000 അല്ലെങ്കിൽ 60,000 ഒക്കെ നമുക്ക് ഗവൺമെന്റ് നമുക്കറിയാം KCB-യിലൊക്കെ പോയി കഴിഞ്ഞാൽ അസിസ്റ്റന്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എക്സാമുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 lakhന്റെ ഒക്കെ അടുത്തത്തെ കിട്ടും. 1 lakhന് മേളിൽ കിട്ടും. അപ്പൊ അതിന്റെ ഒരു പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50,000 രൂപ വെച്ച് നമുക്ക് എന്താവുന്നുണ്ട്? മന്ത്ലി സ്കീമായിട്ട്, അതായത് പെൻഷനായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീം APS വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് 30 കുറയാണ്, ഒരു 20 വർഷം അല്ലെങ്കിൽ 15 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടില്ല, 50% കിട്ടത്തില്ല. നിങ്ങളുടെ എത്രമാത്രം സർവീസിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ എത്ര സർവീസ് ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരും? നമ്മുടെ പെൻഷൻ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 60 ആണ് നമ്മുടെ ഏജ്, പെൻഷൻ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി, ഇത് ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാധീനിച്ച് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല, നമുക്ക് 2013 മുൻപ് കയറിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മുൻപ് സർവീസിൽ ഇരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന്റെ വിരമിക്കൽ പ്രായത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2013 ശേഷം എന്തായാലും നമ്മുടെ വിരമിക്കൽ പ്രായം ഇത്രയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന NPS സ്കീം, അതുപോലെ APS, UPS ഒക്കെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്മുടെ പെൻഷൻ സ്കീമുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് വരുന്ന വീഡിയോയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, നമുക്കതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സിൽ കയറുന്ന ആളുകളുണ്ടാകും. അതായത് ഇപ്പോൾ 40 വയസ്സിൽ ലാസ്റ്റ് വരുന്നവർക്ക് ഈ വരുന്ന LDC ഒക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 20 വർഷത്തെ സർവീസ് ആണെങ്കിൽ പോലും നിങ്ങളത് മാക്സിമം നിങ്ങൾക്ക് പഠിച്ച് ജോലിയിൽ കയറാനായിട്ട് നോക്കുക. പല ആളുകളും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊരു വല്ലാത്തൊരു ലൂപ്പാണ്. അതായത് നമ്മളെ മനഃപൂർവ്വം നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങൾ പഠിച്ചാൽ കിട്ടില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോവാതെ സ്വന്തം കഴിവിനെ നിങ്ങൾ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. 0 മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിയിൽ കയറാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഒരുപാട് നമുക്ക് ഫ്രീ ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.